ഒരിക്കലും ഉയരില്ല എന്ന് നിറച്ചു. എന്റെ ദിനവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുകുവാൻ ഇടവന്നില്ല. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ പുസ്തകം ഫിഫി എന്നും പറഞ്ഞൊരു മോള് നഴ്സാണ്, സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ 4 കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ വെച്ച് തന്നെ അബോർട്ടായിപ്പോയി. 4 കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ 4 കുഞ്ഞുങ്ങളും ഗർഭഛിദ്രം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അതിനെ കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോഴേ അവളെന്താ ചെയ്ത്, അവൾ ആ സമയത്താണ് ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത്. അവൾ ഉടമ്പടി എടുത്തിട്ട് അവളുടെ അമ്മായിയമ്മോട് ഒന്ന് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അമ്മ, എനിക്ക് ജനിക്കാൻ പോണത് പെൺകുഞ്ഞാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അമ്മുമ്മയുടെ പേരിടണമെന്നല്ലേ, അതിന് ഒരു ഇളവ് തരണം. ഞാൻ അവൾക്ക് മാതാവിൻ്റെ പേരെ ഇടത്തുള്ളൂ, മറിയവെന്ന്. അമ്മയ്ക്ക് സമ്മതമാണ്. ആ പറഞ്ഞ് നിനക്ക് കൊച്ചിനെ കിട്ടട്ടെ, എനിക്ക് എന്ത് സമ്മതമാണെന്ന് പറയും. ദാറ്റ് മീൻസ് ഉടമ്പടി എടുത്തതേ ഉള്ളൂ, ഹീസ് നോട്ട് പ്രഗ്നൻറ്റ്. പക്ഷെ അവൾക്കത് തരാൻ പോകുന്നു. അവൾക്ക് മാതാവ് പെൺകുഞ്ഞിനെയാണ് തരാൻ പോകണതെന്ന് ഈ കവനൻറ്റിലൂടെ ആന്തരികമായി അവൾക്ക് അഭിഷേകം കിട്ടി. എന്നിട്ട് അവളത് കുട്ടി പ്രഗ്നൻ്റ് ആകണമെമ്പോൾ തന്നെ അവളതിന് പേരിട്ടു മറിയമെന്ന്. എന്നെ സംഭവിച്ചത്, അടുത്ത ആഴ്ച അവൾ പ്രഗ്നൻ്റ് ആകുന്നു, 10 മാസം കഴിഞ്ഞ് പ്രസവിക്കുന്നു, പെൺകുഞ്ഞാണ്, പേര് മറിയം. കൈയിടിച്ച് കർത്താവിൽ സ്വർഗീയ പൊൻമലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, നിസ്സാരമാതാവേ, വാഗ്ദാനം തേടകമേ, സ്വർഗീയ പൊൻമലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ. നമ്മൾ എഫേസ്യസ് 1:18 നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളെ നേരത്തെ അറിയണത് എങ്ങനെയാണ്, കവനൻറ്റിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ്, അതാണ് 1 കൊറിന്ത്യൻസ് 2:9. ശ്രദ്ധിക്കട്ടെ, 1 കൊറിന്ത്യൻസ് 2:9 ശ്രദ്ധിക്കട്ടെ. 1 കൊരിന്തോസ് 2:9 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന വിഷയം, അതായത് ഒന്നിനു വായിച്ചേ, 1 കൊരിന്ത്യൻസ് 2:9 ഒന്നിനു വായിച്ചേ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇതുവരെ അനുഭവപ്പെടാത്ത കാര്യങ്ങളാണ്. അനുഭവം, അതായത് നമുക്കറിയാമല്ലോ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകണത്. ഒന്ന്, ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകണം, അല്ല അനുഭവങ്ങൾ ഉണ്ടാകണത്. ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, ത്വക്കുണ്ട്, കണ്ണുണ്ട്, മൂക്ക് മണമറിയാറുണ്ട്, ചെവിയുണ്ട്, പിന്നെ നാക്കുണ്ട്.
അപ്പം ചില വിഷയം ഇപ്പം എന്താ പറയുക, 1-2-9 എന്താ പറയണത്, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അകത്ത് കടക്കാത്ത, ദാറ്റ് മീൻസ് എന്താണ്, ഇതുവരെ നമുക്ക് അനുഭവത്തിലില്ലാത്ത, നിങ്ങളെ പൂർവിക അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഉടമ്പടിയെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് ഒരിക്കലും അനുഭവമില്ലാത്ത, നിങ്ങളുടെ കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, നിങ്ങളുടെ കൈകൊണ്ട് മനസ്സിലാക്കാത്ത ഒരു പരിഹാരം ദൈവം നിനക്കായി കാത്തു വച്ചിരിക്കുന്നു. അതാണ് വിശിഷ്ടമായ വീഞ്ഞ്. ശ്രുതികട്ടെ. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ കണ്ണുകൊണ്ട് കണ്ട അനുഭവങ്ങൾ, ചെവി കൊണ്ട് കേട്ട അനുഭവങ്ങൾ, കൈകൊണ്ട് സ്പർശിച്ച അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്, ഇതിന് ഇതുവരെ പരിചയമില്ലാത്ത ഒരു പരിഹാരം ദൈവം നിനക്ക് വേണ്ടി കരുതി വെക്കും. ചിലർ പറയില്ല, അച്ഛാ വിറ്റ് എടുക്കാൻ സ്ഥലം പോലുമില്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ മകളെ ഞാൻ വിദേശത്ത് വിടണത്? അത് അവരുടെ പരിഹാരമില്ല. നമുക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിഹാരങ്ങളെല്ലാം നമ്മൾ അളക്കണത് നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, അതുപോലെ തന്നെ നമ്മളുടെ ആലോചന, മനസ്സുകൊണ്ട് ഗ്രഹിക്കണത്. പക്ഷേ എപ്പോഴും ഉടമ്പടി വരണത് എന്താണ്? ഇതുവരെ നിങ്ങൾ സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ജോഷുവ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജോഷുവ 3:4. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ഇതാണ് ഉടമ്പടി. ഈ വഴിയിലൂടെ നിങ്ങൾക്ക് പരിചയമില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല, മനസ്സ് ഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതി വെക്കണം. ഒന്ന് പറഞ്ഞേ. ദൈവം തന്നെ സ്നേഹിച്ചിരിക്കുന്നവർക്കായി കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രോബ്ലം വരണത്? ഈ വിശിഷ്ടമായ വീഞ്ഞ് ആരുടേതാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവരുടേത് അല്ലേ? അതാണ് വിഷയം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഏറ്റവും ടോപ്പ് ഫോർമുലയാണ് ഉടമ്പടിയിലുള്ളത്. നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, ദൈവമേ, ഞാനിത് ചെയ്ത് നിന്നെ സ്നേഹിക്കുകയാണ്, ഞാനിത് ചെയ്ത് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി നമുക്ക്, അതായത് ദൈവത്തിൽ നിൻ്റെ എല്ലാ പരിഹാരവും ഉണ്ട്. ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിനെ ക്രിസ്തുമതയും നിത്യതമായ ജീവിതം, വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും ഈ ജീവിതത്തെക്കുറിച്ചുമുള്ള എല്ലാത്തിൻ്റെയും പോംവഴികൾ, പരിഹാരം അവൻ്റെ ദൈവത്തിൻ്റെ ഉള്ളിലുണ്ട്. ദൈവം എങ്ങനെ വസിക്കണത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. എങ്ങനെ വസിക്കണത്? അവൻ്റെ നാമത്തിലാണ് വസിക്കണത്. അവൻ്റെ നാമത്തിലാണ് വസിക്കണത്. ഈ നാമത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്? ഇപ്പോൾ ദാനിയേൽ വായിച്ചേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച 2:22. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം എങ്ങനെയാണ്? എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. നമ്മൾ ഉടമ്പടിയിലൂടെ എന്താണ് ചെയ്യണത്? നമ്മൾ എന്താണ് ചെയ്യണമെന്ന് അറിയണം. ഉടമ്പടിയിലൂടെ നമ്മൾ എന്താണ് ചെയ്യണത്? അതെല്ലാം പ്രാർത്ഥനയല്ല, പ്രവർത്തനങ്ങളാണ്. അതെന്താ? ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ആ മഹത്വപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ രീതികളെടുക്കും. പ്രാർത്ഥന എടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ഉഷ എന്ന് പറഞ്ഞൊരു ചേച്ചി ആലപ്പുഴ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവരുടെ മരുമകളുടെ ജോലി, സൗദി അറേബ്യ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവർ വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ അവരുടെ യൂറോപ്പിൽ പോകാനുള്ള, UK പോകാനുള്ള IELTS പരീക്ഷയുടെ ഹിയറിംഗ് പോയി. അവർക്ക് ആ സ്പീക്കിംഗ് മൊഡ്യൂൾ പോയി. അത് കിട്ടത്തില്ല. അവർക്ക് നല്ലോണം സ്പീക്ക് ചെയ്യാൻ അറിയത്തുമില്ല. അപ്പോൾ സ്പീക്കിംഗ് പോയതോടുകൂടി ഇവൾ സൗദി അറേബ്യയിൽ നിന്ന്, ഗൾഫിൽ നിന്ന് തിരിച്ചു പോരുകയും ചെയ്ത് UK പോകാനും പറ്റണില്ല. അപ്പോൾ പക്ഷേ ഇത് വന്ന് അമ്മായിയമ്മയോട് പറയും, ഉഷയോട് പറയുമ്പോൾ പറയും, നീ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. അത് അവൾ പറയും, അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്
എന്താണ് സ്പീക്കിങ്ങിന് റീവാലുവേഷൻ കൊടുത്താൽ കിട്ടത്തില്ല, റീവാലുവേറ്റ് ചെയ്യാൻ സ്പീക്കിംഗ് കൊടുത്താൽ കിട്ടത്തില്ലെന്ന് പറയും. അപ്പോൾ പറഞ്ഞു നീ ദൈവത്തിലെ ആശ്രയിക്കും, നമ്മൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ. അതാണ് ആ വിശ്വാസത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത്. അവർ വേറെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അവരെന്താ പറയണത്, ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. റീവാലുവേഷന് കൊടുത്ത് ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് അവൾക്ക് സ്കോറായി, അവൾ ജയിച്ച്. എന്നിട്ട് ഉടനെ ഇവർ വന്ന് പിന്നെ അവർക്ക് പോകേണ്ടത്, എന്നിട്ട് ഈ അമ്മ തന്നെ ഇവരോട് പറയും നിങ്ങൾ നവംബറിൽ പോകുമെന്ന് പറയും. അത് നേരത്തെ അറിയണാണിത്. അവർ ഹൈന്ദവ സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടുത്തെ പ്രോബ്ലം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ, സാക്ഷ്യങ്ങളുടെ ലെവല് പോകുമ്പോൾ നമുക്കറിയാം. അതായത് ഷീസ് റെഡി ടു ഇൻവെസ്റ്റ് ഹെർ ഫെയ്ത്ത്. അതാണ് പ്രശ്നം. സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുന്നത്, അതനുസരിച്ച് അവർ അതിൻ്റെ അകത്ത് ഇത് ചിലപ്പോൾ ഒരു കത്തോലിക്കനെ കൊണ്ട് പെട്ടാൽ പറ്റില്ലെന്ന് വരും. അതെന്താ കാര്യം, യവനെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക റെയിൽപ്പാളത്തിൽ കൂടി പോവുകയല്ലേ, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കൽ. പക്ഷേ ഇവനൊരിക്കലും ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ ഒരു ഷെഡതി ഒരു കുർബ പ്രാർത്ഥന ഒരു കുർബാനയൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണതാണ് ഇതൊന്നും. അതായത് ഇതിൻ്റെ പിന്നിൽ കവനൻ്റ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നാൽ പ്രാർത്ഥിച്ചാൽ മതിയല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കറിയാലോ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വഴികൾ, ദൈവം സത്യസന്ധനായത് കാരണം അവിടെ പക്ഷഭേദമില്ലല്ലോ, പക്ഷഭേദമില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഭാഷകം 35:15 കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല, അതാണ് വിഷയം. ഈ കാഴ്ചവെട്ടിൽ കണ്ണീരോടെ ആര് വന്നാലും അവൻ്റെ വിഷയം എന്താണ്, അവനതെങ്ങനെ ഫെയ്ത്ത് ആക്ടിവിറ്റി ചെയ്യണമെന്ന് മാത്രം നോക്കത്തുള്ളൂ. അവൻ CSI ആണ്, പെന്തക്കോസ്താണ്, അല്ലെങ്കിൽ അവൻ മുസ്ലിമാണ്, ഹിന്ദുവാണ്, അതും ദൈവത്തിൻ്റെ തിരുസ്ഥേന. ആരാണ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യണത്, ഇൻവെസ്റ്റ് ചെയ്യണത് സത്യസന്ധമായ രീതിയിൽ? അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. കാര്യം ഉടമ്പടി ഒരു ഫെയ്ത്ത് പ്രാക്ടീസ് എന്ന് പറയും. ഞങ്ങളൊക്കെ ഇറങ്ങുമ്പോഴും ഉണ്ടായിരുന്ന തിയോളജിയാണ് പ്രാക്ടീസ് തിയോളജി. അപ്പോൾ പക്ഷേ എന്താ പറഞ്ഞാൽ ഫെയ്ത്ത് പ്രാക്ടീസ് തിയോളജിയുടെ ഒരു നഫ്ഷൽ, ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രാക്ടീസിങ് ദ ഫെയ്ത്താണ്. ഈ പ്രാക്ടീസിങ് ദ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ പരിശീലിക്കുക. വിശ്വാസ പരിശീലനത്തെ സംഭവം വരുമ്പോൾ കോമണായിട്ട് നമുക്ക് പ്രാർത്ഥനയാണ് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് അറിയാവുന്നത്, മറ്റത് അധികം പരിശീലിപ്പിച്ചിട്ടില്ല. വിശ്വാസ പരിശീലനത്തിൽ പ്രാർത്ഥന മാത്രമല്ലല്ലോ. ഇപ്പം തന്നെ ഈ ഉഷ എന്താ പറയണത്, മരുമകളോട് എന്താ പറയണത്, നീയും നിൻ്റെ ഭർത്താവും കൂടി വന്നിട്ട് നിങ്ങൾ റാലിയിൽ പങ്കെടുക്കുക. കഴിഞ്ഞ കൊല്ലത്തെ റാലിയാണ്, നവംബർ മാസം ആകുമ്പോൾ മാതാവ് കയറ്റി വിട്ടോളാം എന്ന് പറയണം. ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം, ഇടക്കിട്ടിരിക്കേണ്ട. അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് കഴിഞ്ഞ കൊല്ലം കുഞ്ഞുങ്ങളോട് വന്നിട്ട് ഇവിടുന്ന് അർത്തിങ്ക വരെ നടന്ന്. അപ്പോൾ ഞാൻ മുത്തുക്കുടയും പിടിച്ചാണ് എൻ്റെ മകൾ നടന്നതെന്ന് ഇവർ പറയണേ. മുത്തുക്കുടയും പിടിച്ചാണ് അവിടം വരെ അർത്തിങ്ക വരെ നടന്നത്. പക്ഷേ എന്നാ പറ്റി, ഈ അമ്മ പറഞ്ഞിരിക്കണ നവംബറിൽ തന്നെ അവർ കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇൻ കേസ് ഇത് കിട്ടാൻ സാധ്യതയില്ലാത്തതാണ്. ഇത് ഒത്തിരി ലാഗ് ചെയ്യേണ്ടതാണ്. കാര്യം ഇവിടെ ഓഡിയോ ആണ് പോയിരിക്കുന്നത്, സ്പീക്കിംഗ് ആണ് പോയിരിക്കുന്നത്. പക്ഷേ ആ സ്പീക്കിംഗ് പോയത് അവളുടെ മെറിറ്റിൽ നിൽക്കാത്ത കാര്യമാണ്. പിന്നെ എന്താ വർക്ക് ചെയ്യണത്, ഗ്രേസാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ സ്പീക്കിംഗ് പോയെന്ന് അർത്ഥം ഇപ്പം നിങ്ങൾക്കൊരു മുടിയിൽ പോകുമ്പോൾ നമുക്കറിയാം ഇത് ഇനി മെറിറ്റിൽ നിൽക്കത്തില്ല. മെറിറ്റിൽ നിൽക്കുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മുടെ യോഗ്യതയിൽ നിൽക്കണില്ല. പിന്നെ എന്താണ് അടുത്ത ഓപ്ഷൻ ഉടമ്പടിയിലുള്ളത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസാണ്. ഇനി നമ്മൾ ഈ ഗ്രേസ് എങ്ങനെയൊക്കെ ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്, കൃപയാണ്. കൃപ എവിടെയാണ് ഉള്ളത്? കൃപ രണ്ട് രീതിയിലാണ് ദൈവത്തിൽ വസിക്കണത്. എന്തായിട്ടാണ് കൃപ? രണ്ട് രീതിയിലാണ് ദൈവത്തിൽ വസിക്കണത്. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉള്ളിൽ കണ്ടൻസ് ഓഫ് ദൈവത്തിൻ്റെ നാമം എന്താണ്? ജ്ഞാനവും അതേസമയം തന്നെ ശക്തിയായിട്ടാണ്. അതിന് നമ്മളേക്ക് അപ്ലോഡ് ചെയ്യണത് ജ്ഞാനമെന്ന് പറഞ്ഞത് എന്താണ്? ഒരു വഴിയാണ്. എല്ലാത്തിൻ്റെയും ഒരു നോഹോ, ഈ ഭൂമി ഇപ്പോൾ ഭൂമി അണു
ഒരു ആറ്റത്തിൻ്റെ അകത്ത് തന്നെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതുപോലെ തന്നെ സൗരയൂഥം മുഴുവനും എത്രയോ സൗരയൂഥങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു പിടിയുമില്ല. നമുക്ക് ആ പാട് ഒരു സൂര്യനെ, ഒരു ചന്ദ്രനെയും 10-12 ഗ്രഹങ്ങളെ അറിയാത്തുള്ളൂ. അതിനേക്കാൾ എത്രയോ സംഭവങ്ങളാണ് ലോകത്ത് ഉള്ളത്. ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്ന പ്ലാനുണ്ട്. അതിനാണ് ജ്ഞാനമെന്ന് പറയണത്. അതിൻ്റെ പ്ലാൻ, കോസ്മിക് പ്ലാനുണ്ട് ദൈവത്തിൻ്റെ. അതുകൊണ്ടല്ലേ ഭൂമി എങ്ങനെയാണ് കാലാവസ്ഥ നമുക്ക് കിട്ടണം, കൃത്യമായ കാലാവസ്ഥ കിട്ടുന്നതിന് വേണ്ടി ഭൂമി അല്പം ചരിച്ച് 23 ഡിഗ്രിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് വരത്തുള്ളൂ എന്ന് ദൈവത്തിന് അറിയാം. എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും. എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആണെങ്കിൽ എന്താ കാര്യം? ഇപ്പം ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്രൂട്ട്സാണ് അവിടെ കൊടുക്കുന്നത്. നമ്മളിതുവരെ നമ്മൾ ഓറഞ്ച് കണ്ടിട്ടുണ്ട്, നമ്മളും ആപ്പിൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ആപ്പിളും ഓറഞ്ചും വേറെ ഒരു ലെവലാണ്. മണമാണെങ്കിൽ നമ്മൾ ശരിക്കും നറുമണമെന്ന് പറയും. പുഷ്പങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോഴാണ് നമുക്ക് ഓർമ്മ നമ്മൾ കഴിക്കണമെന്നല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെന്ന്, ഇതിൻ്റെ ഒറിജിനൽ വേറെയാണെന്നൊക്കെ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്ത് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്തത്, ഇവിടെ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ വേറെ രാജ്യത്തിലേക്ക് നമുക്ക് കയറ്റിവിടാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ G20 നമ്മൾ സിൽക്ക് റൂട്ടിന് ഒരു യൂറോപ്യൻ, ചൈനീസ്, പാകിസ്ഥാൻ ഇടനാഴിക്ക്, ഇക്കണോമിക് ഇടനാഴിക്ക് ബദലായിട്ട് ഇന്ത്യ, സൗദി അറേബ്യ തൊട്ട് ഈ യൂറോപ്പ് വരെ പോകുന്ന വേറെ ഒരു ഇക്കണോമിക് ഇടനാഴി, സാമ്പത്തിക ഇടനാഴി സൃഷ്ടിച്ചുകൊണ്ട് കുറേ കപ്പലിലും കുറേ ട്രെയിനിലും അങ്ങനെ പോകുന്ന ഒരു വലിയ ബിസിനസ് ഇടനാഴി രൂപപ്പെട്ട് വരികയാണ്. എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ ഒപ്പുവെക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഒപ്പുവെക്കാൻ പോകുന്നു. ഇത് വലിയൊരു വിജയമായിട്ട് മാറും. അതായത് ഈസി ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും, അതുപോലെ തന്നെ സൗദിക്കാർക്ക് അവിടെ എണ്ണ വിൽക്കാം. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വികസിക്കുന്ന ഒരു രൂപത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാലത്തിൽ പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ കച്ചവടം നടക്കണത്? എന്തുകൊണ്ടാണ് കച്ചവടം നടക്കണം? ഇവിടെ ഇല്ലാത്ത വാസ്കോ ഡി ഗാമ എവിടെ നിന്നെല്ലാമാണ് കറങ്ങിത്തിരിഞ്ഞ് പോർട്ടുഗലിൽ നിന്ന് ആഫ്രിക്ക ചുറ്റി വളഞ്ഞാണ് കോഴിക്കോട് വന്നത്. അങ്ങനെ വരാനാണെങ്കിൽ ഈ കൊണ്ടുപോകണ കുരുമുളക് കൊണ്ട് കിട്ടുന്ന ലാഭം ഈ വരുന്ന യാത്രാക്കൂലിക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബിസിനസ് നഷ്ടമായിരിക്കും. കുരുമുളകിന് വന്നതാണ്, ബിസിനസ് നഷ്ടമാകും. അതുകൊണ്ടാണ് സ്യൂസ് കനാൽ ഉണ്ടാക്കിയത്. പക്ഷേ സ്യൂസ് കനാൽ ഉണ്ടാക്കിയാലും യൂറോപ്പിൽ സാധനം എത്തുന്നതിന് വേറെ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ യാത്രാക്കൂലി നഷ്ടം. അപ്പോൾ യാത്രാക്കൂലി കുറച്ചെടുത്താൽ സാധനത്തിൻ്റെ വില കുറഞ്ഞ് കിട്ടും. സാധനത്തിന് വില കുറഞ്ഞ് കിട്ടിയാൽ കുറേ ആൾക്കാരത് ഉപയോഗിക്കും. അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഇപ്പോൾ G20 ഗ്രൂപ്പ് ഓഫ് 20 രാജ്യങ്ങൾ, അതിൻ്റെ അകത്ത് എല്ലാവരും തന്നെ ഉണ്ട്. അവർ രൂപകൽപ്പന ചെയ്തിരിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കുരുമുളക് നമ്മൾ അയർലൻഡിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ എങ്ങും കുരുമുളക് ഇല്ല. പക്ഷേ കുരുമുളക് അവർക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുരുമുളക് വാങ്ങിക്കുമോ? അവർ വാങ്ങിക്കത്തില്ല. അപ്പം നമ്മുടെ കുരുമുളക് നമ്മൾ തന്നെ തിന്ന് തരേണ്ടി വരും മതിയായ. അവർക്കില്ലാത്തൊരു സാധനം ഇവിടെ ഉണ്ടാക്കുന്നതും ഇവിടെ ഉള്ള സാധനം അവിടെ ഇല്ലാതിരിക്കുന്നതും എല്ലാം ക്ലൈമറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലൈമറ്റ് ദൈവം ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഓരോ ക്ലൈമറ്റിലും ഓരോ സാധനങ്ങൾ കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് മര്യാദയ്ക്ക് വികസിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ. അതിനാണ് ജ്ഞാനമെന്ന് പറയണത്. അത് ദൈവത്തിലിരിക്കുന്നതാണ്. അതാണ് ദാനിയേൽ 2:20 പറയണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. അപ്പൊ ഈ നാമത്തിന്റെ കണ്ടന്റ് വൈസ് എന്താണത്? ഒന്ന് ജ്ഞാനമാണ്. ദാറ്റ് മീൻസ് നീ എങ്ങനെ ജീവിക്കണമെന്നുള്ള മാർഗമാണ്. മനസ്സിലായില്ലേ? അത് ജ്ഞാനമാണ്. പിന്നെ എന്താണ്? ശക്തി. അത് നടപ്പിൽ വരുത്താനുള്ള പവറാണ്. രണ്ട് കാര്യമാണ് ദൈവത്തിൽ. നമ്മൾ ഉടനെ ദൈവം നമുക്ക് ആ പ്ലാനും പദ്ധതിയും തരും, അതിൻ്റെ ഫണ്ടും തരും. ഇതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് മോസസ്, ബൈബിളിൽ അതിന് വഴിയെന്നാണ് പറയണത്. വഴി. ദൈവം മോസസിന് സങ്കീർത്തനം 103:7 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പറഞ്ഞ്
അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പൊ പൊതുജനം എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവരും ദൈവവുമായിട്ട് സ്നേഹത്തിൽ ബന്ധമില്ലാത്ത ആൾക്കാർക്കും കാണാൻ പറ്റുന്നത് എന്താണ്? ഇഫക്റ്റ് മാത്രമേ, പ്രവൃത്തികൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള ജ്ഞാനം, എന്താണ് ചെയ്തതെന്ന് സാധാരണ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ പോയി സാക്ഷ്യം പറയുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്ന്. ഇപ്പോൾ ഒരു ചേച്ചി പറയാണ്, എവിടെയാണ് ഒരു സ്ഥലത്തിന് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണ് അവരുടെ സ്ഥലം ഞാൻ മറന്നുപോയി, കാസർഗോഡാണ്. അവർ മടുക്കൈ ആ വാർഡിൽ ഇന്ന് 4 പേര് മാത്രമേ ഉടമ്പടി ചെയ്യാത്തതുള്ളെന്ന്. അവർ പറഞ്ഞതാണ്, ഞങ്ങളുടെ വാർഡിൽ ഇനി 4 കുടുംബം മാത്രമേ ഉടമ്പടി ചെയ്യാത്തുള്ളൂ കാസർഗോഡ്. അതെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് വരണത്? ഓരോരുത്തരും ഒന്ന് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിന് വന്ന പെട്ടെന്നുള്ള മാറ്റം നാട്ടുകാർ കാണും, ഇല്ലേ? അങ്ങനെയാണ് കർത്താവിനെ തിരക്കി ജനങ്ങൾ വരണത്. മനസ്സിലായി? അതാണ് വിഷയം. അതായത് നിങ്ങൾക്കറിയാമോ, ഈ കാസർഗോഡ് ചവിട്ടുനാടൻ കളിക്കാൻ വേണ്ടി നമ്മുടെ കൃപാസനത്തിൻ്റെ ആൾക്കാർ പോയിട്ടുണ്ട് പണ്ട്. അവിടെ നിലത്തിളങ്ങാൻ സംഭവിച്ചില്ല അവിടെയൊന്നും. കാര്യം ക്രിസ്തുവിൻ്റെ വേഷം വിട്ട് ശ്യാമ കരോളിനെ ക്രിസ്തു പുറത്തിറങ്ങിയപ്പോൾ തന്നെ കല്ലെറിയാൻ തുടങ്ങി. എന്നിട്ട് കളിക്കാതെ പോകുന്ന അവിടുന്ന്. നമ്മുടെ ഒരു സാംസ്കാരിക വിങ്ങാണല്ലോ അവരെല്ലാം. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടുമലയിലായിരുന്നു കളിയുണ്ടായിരുന്നത്. അപ്പോഴങ്ങനെ ഒരു സ്ഥലത്ത് സുവിശേഷം എത്ര ശക്തമായ രീതിയിലാണ് ജനങ്ങൾ അനുഭവിച്ച് വരേണ്ടത്. 2 കാലാവസ്ഥ ഞാൻ കണ്ടതാണ്, 2 കാലാവസ്ഥകളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ അനുഭവിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവർ അത് കാണും. അവരെങ്ങനെ ചത്തും കെട്ടും കിടന്ന പാർട്ടിയാണ് ഇപ്പോൾ വലിയ പ്രഭയിലാണ് അവർ ജീവിച്ച് വരണത്. അപ്പോൾ അത് എന്താണെന്ന് അവർ അന്വേഷിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ സൽപ്രവൃത്തികളും കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മക്കളുടെ മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ. വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മത്തായി 5:16 പറഞ്ഞ്. മത്തായി 5:16 മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇപ്പൊ ഉടമ്പടി ആക്ടിവേറ്റ് ആക്കുന്ന ഓരോ ഫോർമുലയാണ്. ഇപ്പൊ മത്തായി 5:16 എന്താ പറയണത്? മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ വീശട്ടെ. അപ്പൊ ജനങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ ഒരു പോംവഴി എന്താണ്? ഒരു മാർഗം എന്താണ്? നമ്മുടെ സൽപ്രവൃത്തികളാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുമ്പിലുള്ള എന്താണ്? സൽപ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് ഉഷ പറയണത്, നിങ്ങൾ വന്ന് നിങ്ങൾ വന്ന് റാലിക്ക് പങ്കെടുക്കുക. അപ്പോൾ മനുഷ്യർ അത് കണ്ട് നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർ കണ്ട് അപ്പോൾ എന്താ സംഭവിക്കണത്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ഈ വിശ്വാസം ആക്ടിവേറ്റ് ആയാൽ ഉടനെ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ട എന്ത് വരും? റിവേഴ്സ് ഗിയർ വരും. ഒന്ന് നേരെ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ വരും. അവിടെ ന്യൂട്ടൻ്റെ തിയറി കറക്റ്റാണ്. നമ്മളൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും. അത് തിരിച്ച് മഹത്വപ്പെടുത്തും. അതിനാണ് 17:5 പറയണത്. യോഹന്നാൻ്റെ സുവിശേഷം വായിച്ച് 17:4, 17:5. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 17:4-5 തിരുവചനങ്ങൾ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഒന്ന് പറഞ്ഞ്. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട്
ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഭൂമിയിൽ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് അവിടത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അത് ഈ ബയലാറ്ററൽ ആക്ഷനാണ് ശരിക്കും. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ബയലാറ്ററലായിട്ട്, ഉടമ്പടി അങ്ങനെയാണല്ലോ, ഉടമ്പടിയും ബയലാറ്ററലായിട്ടുള്ള കവനൻ്റ് അല്ലേ, ഉഭയകക്ഷിയാണ്. നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. നമ്മൾ നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് മത്തായി 5:16 വെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോഴെന്ത് ചെയ്യും? യോഹന്നാൻ 17:5 അനുസരിച്ചുകൊണ്ട് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. ആരുടെ മുമ്പിൽ? മനുഷ്യരുടെ മുമ്പിൽ തന്നെ നമ്മൾ മഹത്വപ്പെടുത്തും. അങ്ങനെ നിങ്ങൾക്ക് ദൈവം നൽകിയ മഹത്വമാണ് ജനങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നത് ഭൂമിയിൽ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇവിടെ ഒരു കർത്താവ് ഇങ്ങനെ ഓരോ വചനങ്ങൾ എന്നിലൂടെ നിങ്ങളോട് പറയുമ്പോൾ, വചനങ്ങളെല്ലാം അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള വശമാണ്. വചനം എങ്ങനെ ഉണ്ടാണ്? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നാണ് വചനം ഉണ്ടാകുന്നത്. വചനം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. ഇതാണ് എൻ്റെ വർക്കിംഗ് കണ്ടീഷൻ. ആദ്യം ദൈവം എന്താണ്? ദൈവത്തിൻ്റെ നാമത്തിൽ എന്താ ഉള്ളത്? ജ്ഞാനവും ശക്തിയും. എന്താ നാമത്തിൻ്റെ കണ്ടൻ്റ്? അതാ നമ്മളെന്താ ചെയ്യണത്? ഈ ജ്ഞാനവും ശക്തിയും നമുക്ക് ലഭിക്കാൻ നമ്മളെന്താ ചെയ്യണത്? ഈ നാമത്തെ മഹത്വപ്പെടുത്തും. യോഹന്നാൻ 12:28 പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. പക്ഷെ നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ മോഡൽ പ്രയർ കർത്താവ് തന്നതാണ്. പ്രാർത്ഥനയിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് എഫിക്കസി ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ പ്രാബല്യത. എങ്ങനെയാണ് ശക്തമായ രീതിയിൽ പ്രാർത്ഥന, ഫലപ്രദമായ പ്രാർത്ഥന? അതിൻ്റെ ന്യൂക്ലിയസ് എന്താണ്? അതിൻ്റെ ബുള്ളറ്റ്. ഇപ്പം നമ്മൾ ഫെയ്ത്ത് കൊണ്ടാണ് ഒരു AK-47 ബുള്ളറ്റ് വേണം, അതിൻ്റെ അകത്ത് ബുള്ളറ്റ് വേണം. AK-47 അതിൻ്റെ കാര്യമില്ല, അത് മെക്കാനിസം അതാണ്, AK-47 ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് ബുള്ളറ്റ് വേണം. അതിൻ്റെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റത് വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് ദൈവത്തിൽ ഈ ബുള്ളറ്റ് എന്താ? ബുള്ളറ്റ് മഹത്വമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? പ്രാർത്ഥനയുടെ കണ്ടൻ്റ് വൈസ് എന്താണെന്ന് നോക്കണം. അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണം. മനസ്സിലായില്ലേ? പ്രാർത്ഥന നിങ്ങൾ വാരിക്കെട്ടി നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കും. നിങ്ങൾ ചിലപ്പോൾ 3000 പ്രാവശ്യം വേണമെങ്കിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ എന്ത് 3000 നമുക്ക് 30,000 പ്രാവശ്യം വചനം പറയാം. പക്ഷേ അതിൻ്റെ അകത്ത് ബുള്ളറ്റ് ഉണ്ടാകണം. എന്താണ് ബുള്ളറ്റ് എന്ന് പറയണത്? സ്നേഹം എന്ന് പറയണത്, മഹത്വപ്പെടുന്നത് സ്നേഹത്തിൽ മാത്രമേ മഹത്വം പ്രാവർത്തികമാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാനിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? യോഹന്നാൻ 17:24 പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. പോയിന്റ് പിടിയിട്ടില്ലേ? വെറുതെ മഹത്വം, യേശുവെ മഹത്വം, യേശുവെ സ്വസ്ത്രം എന്ന് പറഞ്ഞ് സാധനം വർക്കൗട്ട് ചെയ്തില്ല. ഒരു പരിധിവരെ കരിസ്മാറ്റിക് വേൾഡിൽ ഉണ്ടായിരുന്ന ഒത്തിരി ആൾക്കാർക്ക് അനുഗ്രഹം നഷ്ടപ്പെടാൻ കാര്യം അവർ യാന്ത്രികമാക്കി എടുത്തുകൊണ്ടാണ്. യേശുവെ സ്വസ്ത്രം, യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ് ഓഫ് ലവ് വേണം അതിൻ്റെ അകത്ത്. ഉടമ്പടി അവിടെ വിഷയം. ഉടമ്പടി നിങ്ങളെ കണ്ടൻറ് ഓഫ് ലവ് ഇല്ലാതെ ഈ സാധനം പാസ്സാക്കി തരത്തില്ല. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും പാസ്സാക്കത്തില്ല. അതിൻ്റെ അകത്ത് കണ്ടൻറ് ഓഫ് ലവ് ഉണ്ടാകുന്ന നോക്കും, സ്നേഹത്തിൻ്റെ ഘടകം ഉണ്ടാകുന്ന നോക്കും. കാരണം സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ മഹത്വം. അതുകൊണ്ടാണ് ഒന്നിനു വായിച്ച് 17:24
പിതാവേ പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. ഇനി ഈ മഹത്വം നൽകപ്പെട്ടത് എങ്ങനെയാണ്? സ്നേഹത്താലാണ്. ഇനി തിരിച്ച് ആ സ്നേഹത്താൽ തന്നെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പോലെ തന്നെ ദൈവം തിരിച്ച് നമുക്ക് മഹത്വം തരും. അതാണ് 17:5 പറയണത്. 17:5 വായിച്ചേ. യോഹന്നാൻ സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ. ആകയാൽ പിതാവേ ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അതായത് എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്ന വേറെ സ്ഥലങ്ങളുണ്ട്. 12:28 വായിച്ച്. യോഹന്നാൻ 12:28. ശ്രുതികട യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. പ്രാർത്ഥനയെല്ലാം ഇങ്ങനെ കാച്ചിക്കുറുക്കി അതിൻ്റെ നക്ഷലിലേക്ക് വരികയാണ്. എന്താണ്? ഒറ്റ വരിയായിട്ട് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. തിരിച്ചതിന് ഉത്തരം പറഞ്ഞാൽ എന്താണ്? ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുക. അവിടെ എൻ്റെ IELTS പാസ്സാക്കണേ നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് വിഷയം വന്നത്. നമ്മൾ വസ്തുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന അബദ്ധം, നിങ്ങൾ വസ്തു വിറ്റ് തരണേ, മകളെ കല്യാണം നടത്തി തരണേ, മകൾക്ക് കുഞ്ഞുണ്ടായി തരണേ, വീട് വെക്കാൻ പറ്റണേ എന്ന് നിങ്ങൾ വസ്തുവിനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണത്. വസ്തുവിനല്ല പ്രാർത്ഥനയെ ടാർഗറ്റ് ചെയ്യേണ്ടത്, വ്യക്തിയെയാണ്, ദൈവത്തെ. അത് സ്നേഹത്തോടെ കൈയടിച്ച് കർത്താവ്. ഈ ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ദൈവത്തോടുള്ള സ്നേഹത്താൽ. ഈ ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന് എന്താ സംഭവിക്കണത്? ദൈവം പ്രസാദാത്മകനാകും. മനസ്സിലാകാൻ സംഭവിക്കും. ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ പ്രവൃത്തികളാൽ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ ദൈവത്തിന് എന്താ സംഭവിക്കണത്? ദൈവം പ്രസാദാത്മകനാകും, സംപ്രീതനാകും. അപ്പോൾ സംപ്രീതനായാൽ എന്ത് സംഭവിക്കും? മോസസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അങ്ങയെ മഹത്വപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങ് സംപ്രീതനാണെങ്കിൽ എനിക്ക് അത് അറിയിച്ചു തരണമേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 33:13. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 33:13. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. ക്ലിയർ അല്ലേ? അത് എങ്ങോട്ടായി സംഭവം പോണേ? ഇപ്പൊ ദൈവം ആരാണെന്നാ പറഞ്ഞത്? ദാനിയേൽ 2:20. ജ്ഞാനവും ശക്തിയും. ഇപ്പോഴീ ജ്ഞാനവും ശക്തിയും ആകുന്ന ദൈവം സ്ഥിതി ചെയ്യുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഈ നാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ചെയ്യണം. അപ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കണത്? അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അപ്പം നമ്മളെ സംബന്ധിക്കുന്നത്, ഇപ്പം നിങ്ങൾ ജപ്തി നടപടിയാണ് വരണത്, അല്ല നിങ്ങൾക്ക് 40 വയസ്സുണ്ട്, ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് തന്നെ 14 വർഷമായി, മക്കളില്ല. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇതാണ് സംഭവം, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ. പക്ഷേ ആ വാക്കിൻ്റെ അകത്ത് കുറേ ദൈവം സംപ്രീതനാകണം. മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ചില ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ തന്നെ അവർക്ക് ഇമെയിൽ വരണതും അവർ പരീക്ഷ ജയിക്കണതും വസ്തു വിൽക്കാനും മേടിക്കാൻ ആൾക്കാർ വരുന്നതും പെട്ടെന്ന് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനറിയാം നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുമെന്ന്. അതാണ് പ്രശ്നം. ദൈവത്തിനറിയാം. കാര്യം നിങ്ങളൊരു മനുഷ്യനോടല്ല ഇടപെടണത്,
നിങ്ങളെ ഉടമ്പടി കൊണ്ടുവന്ന് എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് വൃത്തിമേനമായിട്ട് ചെയ്ത് തീർക്കും. ഭക്തിയോടെയും വിശ്വാസത്തോടും കൂടിയാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഉടമ്പടി തിരികൊണ്ടുപോയി വല്ല രൂപപ്പലകയിലും വെച്ചേക്കാം, എന്നിട്ട് സമയം കിട്ടുമ്പോൾ പോകാം, മകൾ പ്രസവം കഴിഞ്ഞ് പോട്ടെ, എന്നിട്ട് സ്വസ്ഥമായിട്ട് കുളിച്ച് എഴുന്നേറ്റ് അവൾ പോയി കഴിഞ്ഞ് സമാധാനത്തിൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മകൾ പോകാൻ കാത്തിരിക്കണോട് ദൈവത്തെ സ്നേഹിക്കാൻ കാത്തിരുന്നാൽ അതായത് അങ്ങനെയാണ് പ്രശ്നം. പിന്നെ വിവരമില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് അനുഗ്രഹം താമസിക്കുന്നത്. ഒരു കാര്യവും നീട്ടിവെക്കരുത്. അത് ഒന്നും നിങ്ങൾക്ക് തടസ്സമാകരുത്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഒന്നും തടസ്സമാകരുത്. അത് ഇന്നാണ് തുടങ്ങാൻ പറ്റണമെങ്കിൽ ഇതിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ വീട്ടിലെ വിരുന്നുകാർ ഒഴിയട്ടെ, ഇങ്ങനെ ഒരു ഉടായ്പകളും ഒഴിവ് കഴിവുകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയരുത്. മറിച്ച് നീയും നിൻ്റെ ദൈവവും ബാക്കിയെല്ലാം കഴിഞ്ഞു പോണ കാര്യങ്ങളാണ്. അത്ര പൊന്നാണ് ചക്കരയാണെന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. എല്ലാവരും പോകും, ആരും പോകാതിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, ദൈവികമായ കാര്യത്തിന് ഒരു സെക്കൻഡ് പ്ലേസ് കൊടുക്കരുത്. കൊടുത്താൽ അയാൾക്ക് ഈ വിഷയത്തിൽ എൻട്രൻസ് ഇല്ല. എന്താ കാര്യം? ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം. എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുക ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 33:13 എന്താ പറയുന്നത്? അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ ഞാൻ നടക്കേണ്ട വഴി എന്നെ കാണിച്ചു തരണമേ. ഇപ്പൊ മോസസില് ദൈവം സംപ്രീതനായോ ഇല്ലയോ? കാര്യം എന്താ കഴിഞ്ഞാൽ അത് വ്യക്തമാണല്ലോ, സംപ്രീതനായെന്ന് വ്യക്തമാണല്ലോ. അതുകൊണ്ടല്ല സങ്കീർത്തനത്തിൽ നമ്മളിപ്പോൾ 33 സങ്കീർത്തനം 103:7 വായിച്ചുള്ളൂ. ശ്രുതികട ഹല്ലേലൂയ. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പൊ സങ്കീർത്തനം 103:7 എന്നാ പറയണത്? അവിടുന്ന് തന്റെ വഴികൾ ആർക്ക് വെളിപ്പെടുത്തി? മോസസ്. ഇതാണ് സങ്കീർത്തനോട് പണ്ട് മോസസ് ചോദിച്ചത്. എന്താണ്? പുറപ്പാട് 33:13 അങ്ങ് എന്നെ സംപ്രീതനാണെങ്കിൽ ഞാൻ നടക്കേണ്ട വഴി എനിക്ക് കാണിച്ചു തരണമേ. ദൈവം കാണിച്ചു കൊടുത്തു വന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. 103:7 എന്താണ്? അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്ക് വെളിപ്പെടുത്തി. ഒരു കാര്യം ഓർക്കുക, മോസസിന് എങ്ങനെയാണ് ദൈവം വഴി കാണിച്ചു കൊടുത്തത്? എങ്ങനെയാണ് ദൈവം വഴി കാണിച്ചു കൊടുത്തത്? മോസസ് ദൈവത്തിൻ്റെ വചനങ്ങൾ അതേപടി ജീവിതത്തിൽ അനുവർത്തിക്കാം. ദൈവത്തിൻ്റെ വചനങ്ങൾ അനുവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബേസിക്കായിട്ട് വേണ്ടത് സ്നേഹമാണ്. നമുക്ക് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? പിശാചിന് വിശ്വാസമുണ്ട് ദൈവത്തിൽ, പക്ഷേ ദൈവത്തോട് സ്നേഹമില്ല. മനസ്സിലായില്ല? അതാണ് വിഷയം. പിശാചും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. ഇപ്പോൾ യാക്കോബ് 2:19 പറഞ്ഞിട്ടുണ്ട്, പിശാചിന് ദൈവത്തെ വിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ് പിശാചിൻ്റെ വിശ്വാസം വർക്കൗട്ട് ചെയ്യാത്തത്? ദൈവത്തോട് പിശാചിന് സ്നേഹമില്ല. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ട വിഷയം എന്താണ്? ഈ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ തന്നെ എന്ത് വേണം? ദൈവസ്നേഹം വേണം. അപ്പോൾ ദൈവസ്നേഹമാണ് ഇതിൻ്റെ വിഷയം. ഈ ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. 17:4 യോഹന്നാൻ്റെ സുവിശേഷം, അങ്ങേ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങൾ, ഇപ്പോൾ മുറപ്രകാരമുള്ള ഹനനയാഗങ്ങൾ, ഹോമയാഗങ്ങളിൽ ഞാൻ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, ഇതാ ഞാൻ വരുന്നു. അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ ചെയ്താലും ദൈവം മഹത്വപ്പെടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ചെയ്യണം ദൈവത്തിൻ്റെ പേരിലാണേ, പക്ഷെ ദൈവം മഹത്വപ്പെടത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 48 ആണോ വായിച്ചോളൂ. ശ്രുതികട ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിലെ 46 സങ്കീർത്തനം 46 തിരുവചനങ്ങൾ.
ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ്. എന്റെ സന്തോഷം അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. ഇവിടെ വരുന്ന വിഷയം എന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നേർച്ചകളുണ്ട്, കാഴ്ചകളുണ്ട്. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഊര് തെണ്ടാൻ പോകുമായിരുന്നു. ഈ അരി തന്നിട്ട് അമ്മ അരി തരും, ഒരു ലേസൊക്കെ ഇട്ടിട്ട് അതിന്മേൽ 21 ഇറുക്കലെടുത്ത് വെക്കും. എന്നിട്ട് ഓരോ വീട്ടിൽ പോയി നമ്മൾ നേർച്ച തെണ്ടും. ഇപ്പം മനക്കോടത്ത്, ഞങ്ങളുടെ പൊറോണപ്പള്ളി മനക്കോട് വരുന്നത്, അവിടെ കൊണ്ട് 10 രൂപയുടെ പെരുന്നാളിനെ കൊടുക്കും. ഞാൻ അപ്പനും കൂടി ചെറിയ കൂടി നടന്നു പോകണം, കുറേ ദൂരം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷെ അത് ചെയ്യും. പക്ഷെ അന്നിത് ചെയ്യണത് ഒരു നേർച്ചയായിട്ടാണ് ചെയ്യണത്. പക്ഷെ ഇന്നാണ് ഞാനത് ചെയ്യണമെങ്കിൽ ഞാനത് എന്ത് ചെയ്യും? ദൈവസ്നേഹത്തോടെ ചെയ്യും. കാര്യം അത് ഇന്ന് നമുക്കതിൻ്റെ നോഹൗ അറിയാം. പണ്ടതിൻ്റെ ജ്ഞാനസൂത്രം അറിയത്തില്ല. നമ്മളൊരു കാര്യം ഇപ്പം നമുക്ക് വേണേൽ ഓരോ പള്ളികളൊക്കെ ചെല്ലുമ്പോൾ ഉരുള് നേർച്ചയുള്ള പള്ളിയുണ്ട്, ആയിട്ട് നിരങ്ങിപ്പോണ പള്ളിയുണ്ട്, നേർച്ചയായിട്ട് ആൾക്കാർ. വിവരം ബുദ്ധിയില്ലാത്തവൻ അത് കാണുമ്പോൾ കളിയാക്കും. പക്ഷേ ആ മനുഷ്യൻ എന്താ ചെയ്യണത്? അവൻ്റെ അനുഭവം ഒരിക്കലും കളിയാക്കുന്നവൻ ഈ ജന്മം, ഒരു 100 ജന്മം ഈ ഭൂമി ജീവിച്ചാൽ അവൻ്റെ അനുഭവം ഉണ്ടാകത്തില്ല. അവൻ എളിമപ്പെട്ട് ഉടുപ്പ് വരെ ഉരിഞ്ഞ് തോർത്ത് മാത്രം കെട്ടിയിട്ട് അവൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഉരുളുകയും എന്താ അവൻ എളിമപ്പെടുകയാണ്. അവൻ്റെ എല്ലാം അവൻ എല്ലാം ദൈവത്തിന് മുമ്പ് ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടും വാച്ചും മാലയും അവൻ്റെ അഭിമാനവും അവൻ്റെ ഔന്നത്യവും അവൻ്റെ മഹത്വവും എല്ലാം ഊരി വെച്ചിട്ട് അവൻ നിലത്ത് കിടന്ന് ഉരുളുകയാണ്. പക്ഷെ ഉരുളുന്നവൻ്റെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടാകണം. അത് അനുഷ്ഠാനമോ ആചാരമോ അല്ല, അതിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹമുണ്ടാകണം. നീ ഇങ്ങനെ കർത്താവിന് മുമ്പിൽ തലകുനിച്ചാൽ നിൻ്റെ മനസ്സ് പറയണം, എന്താണ്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പം ദൈവസ്നേഹത്തിനാണ് ഇതിൻ്റെ TMD എന്ന് പറഞ്ഞത്. അതാണ്. നിങ്ങൾ TMD ഇല്ലാതെ എങ്ങനെയൊക്കെ വെടിവെച്ചിട്ടും കാര്യമില്ല. ദൈവസ്നേഹമില്ലാതെ പക്ഷേ നിങ്ങൾ പറയും എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്, ആനകൂന. ദൈവമേ വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? കർത്താവ് വളരെ ദൈവം ബുദ്ധിയായത് കാരണം ദൈവം നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളെയും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് കൽപ്പന ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞൊരു ചുമ്മാ ഇങ്ങനെ പറഞ്ഞങ്ങനെ ഒപ്പിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്താ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. കൈയടിച്ച് കർത്താവ് യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അവിടെ വെച്ച് എല്ലാ അഭ്യാസങ്ങളും അവസാനിക്കും. നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം പറയും എൻ്റെ കൽപ്പന പാലിച്ചിട്ടാണ് പറയുമ്പോൾ. ഉടമ്പടി എന്ന് പറയുന്നത് അതാണ്. ഉടമ്പടി എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താനും മഹത്വപ്പെടുത്താനും പ്രാപിക്കാനും ആഗ്രഹിക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെയും അവസാനത്തെയും നടപടിക്രമമാണ് ഉടമ്പടി. എന്താണ് നമ്മൾ ഉടമ്പടിയിൽ? പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഉടമ്പടി പ്രകാരം എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം? കർത്താവേ, ഞാനിത് ചെയ്യണത് എനിക്ക് ജോലി കിട്ടാനോ എൻ്റെ വീട് വെക്കാനോ എൻ്റെ കടങ്ങൾ മാറാനോ അല്ല. അത് ഇതിൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. നീ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ചെയ്യണത്. അങ്ങനെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഉടമ്പടി എടുത്തു എന്നും പറഞ്ഞിട്ട് അതിനകത്ത് ദൈവസ്നേഹമില്ല. ആരാണ്ട് അയൽവാസികൾ കാനഡയിൽ പോയപ്പോൾ കെട്ടിയെടുത്ത് ഇങ്ങനെ വണ്ടി കയറി പോന്നിരിക്കുകയായിരിക്കും ചില ആൾക്കാർ. അത് അസൂയായിരിക്കും ചിലപ്പോൾ. ഉടമ്പടി അസൂയ കൊണ്ടെടുക്കാം, മറ്റുള്ള രക്ഷപ്പെട്ട് വന്നെ എൻ്റെ കണ്ണുകടി കൊണ്ടെടുക്കാം. അതുകൊണ്ടെടുത്തിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരോടെല്ലാം കയർത്തും, മരുമകളോട്, അമ്മയമ്മയോട്, നാട്ടുകാരോട്, വീട്ടുകാരോടൊക്കെ കയർത്തും വൈരാഗ്യമായിട്ടിരുന്നും മിണ്ടാതെ ഇരുന്നും യേശുവിനെ പറഞ്ഞും ഒക്കെ നിങ്ങൾക്ക് കുറ്റം പറഞ്ഞും ഒക്കെ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കുക. ഇതൊന്നും ഇതൊക്കെ നനഞ്ഞ പടക്കമാണ്. കുറേ ഉടമ്പടി നനഞ്ഞ പടക്കമായിട്ടുണ്ട്.
ചീറ്റുക പോലും ചെയ്യത്തില്ല. ചില പടക്കം നനഞ്ഞാലും ചീറ്റുമല്ല, ചില ചീറ്റുകയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോക പെരുങ്കള്ളികൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വെച്ചാൽ അവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മര്യാദക്ക് നിൽക്കാൻ യാതൊരുവിധ ചാൻസും ഇല്ലാത്ത ആൾക്കാർ വേറെ ചുമ്മാ വയറ്റപ്പഴപ്പിന് വേണ്ടി മാത്രം ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ദൈവമാരാണെന്നറിയണം. ദൈവത്തെ മഹത്വപ്പെടുന്നത് എങ്ങനെയാണെന്നറിയണം. ദൈവത്തെ മഹത്വപ്പെടുന്നത് നമ്മളെന്താണ് ചെയ്യേണ്ടതെന്നറിയണം. അത് നമ്മൾ തന്നെ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തണം. അങ്ങനെ എന്തു ചെയ്യും? എന്നെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നണം. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഉടമ്പടി ജീവിതത്തിലെ അങ്ങേ മഹത്വപ്പെടുത്തുമ്പോഴേ ഞാൻ സ്നേഹത്തോടെയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കാൻ വിധം അമ്മേ പരിശുദ്ധമ്മേ എന്നെ അമ്മയുടെ തിരുക്കുമാരന്റെ മനസ്സിന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കുവാൻ ദൈവവചനത്തിന്റെ ഇച്ഛയാൽ അത് നടപ്പിൽ വരുത്തുന്നതിലൂടെ ദൈവസ്നേഹത്തിന്റെ സാക്ഷിയാകാൻ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണം. ആരാധനയുടെ ഏറ്റവും നല്ല സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൈകൾ കൂപ്പി ദിവ്യകാരുണ്യത്തെ കണ്ണിലെടുത്ത് മനസ്സ് പരിശുദ്ധാത്മാവിൽ നിറച്ച് ദൈവസ്നേഹത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ഒരു കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. അച്ഛൻ ഈ കൈകൾ കർത്താവിൻ്റെ രക്തത്തിൽ കുതിരാൻ വേണ്ടി ആ കൈകൾ ആരുടെ ശിരസിൽ വെക്കുന്നുവോ, ആരുടെ ശരീരത്തിൽ വെക്കുന്നുവോ, അത് കർത്താവിൻ്റെ കൈകളായിക്കൊണ്ട് നിങ്ങളെ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു കൈകൾ ഉയർത്തി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ ഉയർത്തിയിരിക്കുന്ന എൻ്റെ ഈ കൈകളിലെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, ഈ കൈകള് എൻ്റെ ശരീരത്തില് എവിടെ വെച്ചാലും ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ രോഗത്തെ ഓർത്ത് അവർക്ക് രോഗമുള്ള സ്ഥാനം മനസ്സിലാക്കി അതേ സ്ഥാനത്ത് എൻ്റെ ശരീരത്തില് എൻ്റെ കൈകള് നിന്റെ നാമത്തില് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും അവർക്കും കർത്താവേ നീ സൗഖ്യം നൽകണമേ. ശ്രുതികട്ടെ. ഗുരുതരമായ രോഗമുള്ളവരെ, 10,000-കണക്കിന് മനുഷ്യരെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ദേവാലയത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. ഈ ആരാധന മധ്യയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ അന്ന് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന്. അന്ന് എനിക്ക് അത്രയും മനസ്സിലായില്ല. കാര്യം അന്ന് അമ്മ പറയണ കാലത്ത് ഒരു തരത്തിലുള്ള ദുരന്തവും ഇല്ലായിരുന്നു. പിന്നീട് ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. 5-6 കൊല്ലം മുമ്പ് കടന്നുപോയ നിപ്പ വീണ്ടും വന്ന് നമ്മുടെ വായം മൂടിക്കെട്ടി നമ്മുടെ നഗരങ്ങളെ ബന്ദികളാക്കുന്ന അവസ്ഥ ആവർത്തിക്കുന്നു. ദാറ്റ് മീൻസ് കഴിഞ്ഞുപോയ എല്ലാ ദുരന്തങ്ങളും തിരികെ വരും
എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയല്ലാതെ അമ്മ അന്ന് പറഞ്ഞത് അതാണ്, ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി തന്നതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം തന്ന ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, നമ്മളത് ജീവിക്കുകയാണ്, അഥവാ ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ച് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിപ്പ വൈറസ് ബാധിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളെയും കർത്താവിന് തിരുസേന സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥ ശാസിച്ച് പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. Hallelujah, hallelujah. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood, and I cast out disease and root causes from our country in the name of Jesus Christ our Lord, who is coming to judge both living and dead, led by fire. Amen. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുരേണേ സുഖമായി എന്നെ ഉള്ളം അരികിൽ വരേണേ സദയം തുരേണേ സുഖമായി എന്നെ ഉള്ളം. കഴിഞ്ഞ ദിവസം ഫിഫി എന്ന് പറഞ്ഞൊരു നേഴ്സ് സാക്ഷ്യം പറഞ്ഞ കാര്യം, അവരുടെ സാക്ഷ്യങ്ങളിൽ കുറേ നല്ല കണ്ടൻറ്റ്സ് ഉണ്ട്. നല്ലൊരു കണ്ടൻറ്റ് അവളുടെ ജോലിയെ ബാധിക്കുന്ന വിഷയത്തെക്കാളുപരി അവളുടെ ഒരു കുഞ്ഞ്, അവളുടെ 4 വയസ്സുള്ള കുഞ്ഞ് അവളോട് ചോദിച്ച്, അമ്മ എന്തിനാ എപ്പോഴും കൊന്ത ചെല്ലണത്? ജവമാല റാലി നടക്കാൻ പോകുമ്പോൾ അമ്മ ഇതുകൊണ്ട് എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണം തോന്നണം. ആ കാര്യം നമുക്ക് പറ്റിയ സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊന്ത ചെല്ലണത് നമ്മൾ മാതാവിനോട് മധ്യസ്ഥ യാചിക്കണമെന്ന് കുഞ്ഞിനോട് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് കുഞ്ഞിനോട് വേറൊരു കാര്യം കൂടി ബിബി പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മൾ ഇന്ന്, കുഞ്ഞിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അവൾ സിനിമാ പാട്ടൊക്കെ പാടാൻ കേട്ടിട്ട്. അപ്പോൾ ഫിഫി പറഞ്ഞു, നമ്മൾ ഇന്ന് കിടക്കാൻ നേരത്ത് മാതാവിൻ്റെ പാട്ട് പാടിക്കിടക്കുമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ പാട്ട് പാടിക്കിടക്കും. അപ്പോൾ ഉടനെ അവർ ആവേ മരിയയുടെ പാട്ട് പാടിക്കൊടുത്ത്, അമ്മ പാടിക്കൊടുത്ത്, കുഞ്ഞ് പാടി, അമ്മയും മകളും കൂടി കിടക്കുകയാണ്. രാവിലെ കുഞ്ഞ് എഴുന്നേറ്റപ്പോൾ അമ്മയോട് പറഞ്ഞ്, അമ്മ ഇന്നലെ മാതാവ് എൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഫിഫി പറഞ്ഞ്, ഈ മാതാവാണെന്ന് ചോദിച്ചു. അവിടെ ഇരുന്നൊരു മാതാവുണ്ടായിരുന്നു. അത് വേറെ ഒരു ധ്യാന കേന്ദ്രത്തിലെ മാതാവാണ് അവിടെ ഇരുന്നത്. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു ഇതല്ല എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് പോയി. അമ്മയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ പ്രാർത്ഥിക്കുന്ന മുറിയിൽ പോയി മാതാവിനെ കാണിച്ച്. അത് കൃപാസനം മാതാവാണ്. അതെ, എന്ത് സംഭവിച്ചാൽ നമ്മൾ അമ്മയെ ഉടമ്പടി തരണ കാലത്ത് എനിക്ക് അറിയത്തില്ല. അതിനെ ഈ സഞ്ചാരി മാതാവ് എന്ന ആൾക്കാർക്ക് ആദ്യം പറയുമ്പോൾ എനിക്കത്രയും കത്തില്ല സത്യം പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു ദിവസം 2 സാക്ഷ്യങ്ങളെങ്കിലും മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയാത്ത സാക്ഷികളില്ല. അതെന്താ കാരണം? ഈ ഒരു വ്യക്തി വാഗ്ദാന പേടകമാകുമ്പോൾ സ്വാഭാവികമായിട്ട് സഞ്ചാരി മാതാവ് എന്നുള്ളത് അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. കർത്താവിൻ്റെ വചനം ആര് പാലിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി അമ്മ അവിടെ കൂടെ വരും. കാര്യം എന്താണ്? നമ്മളിവിടെ വണങ്ങുന്നത് വാഗ്ദാന പേടകമായ അമ്മയാണ്. അപ്പം നമ്മളൊരു വചനം പാലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ സൂചനയായിട്ടാണ് ആൾക്കാർ മാതാവിനെ കാണുകയും ദർശിക്കുകയും ഒക്കെ ചെയ്യണത്. അതിൻ്റെ മെക്കാനിസം അതാണ്. അപ്പോൾ അത് സത്യസന്ധമായിട്ടാണ് ഉടമ്പടി, കലർപ്പില്ലാതെയാണ് നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് പാലിക്കണത്. അതിൻ്റെ അകത്ത് കലർപ്പുണ്ടാകരുത്. നിങ്ങളുടെ ഒരു ആവശ്യം മാത്രം അതിൻ്റെ അകത്ത് ഊന്നി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കണില്ലല്ലോ, വന്നില്ലല്ലോ, ഓഫർ ലെറ്റർ വന്നില്ലല്ലോ,
വസ്തു വിൽക്കണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇത് മാത്രം അലങ്കോലപ്പെട്ട് ആവലാതിപ്പെട്ടിരുന്ന ഒരിക്കലും സംഭവം നടക്കത്തില്ല. മറിച്ച് ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ സഞ്ചാരി മാതാവ് നിങ്ങളുടെ വീട്ടിലും വരും. അതിൻ്റെ കാര്യം വരാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്ക് ആശീർവാദം തരാൻ ആദ്യമേ എന്നോട് പറഞ്ഞപ്പോഴേ എനിക്കിതിന് വേണ്ടിയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ പ്രസംഗിച്ചായിരുന്നു, ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കയ്യിലുള്ളതുപോലെയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം അനുഭവം കിട്ടി, നമുക്ക് 10,000 അനുഭവങ്ങളായി ഇപ്പം. അതുകൊണ്ടാണ് ഉടമ്പടി കാശ് മിസ്സാകരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കൈമാറുകയും ചെയ്യാൻ പാടില്ലത്. അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ നിങ്ങളുടെ കയ്യിലുള്ളൊരു ആധാരമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വിഷയത്തിന് വേണ്ടി എവിടെ പോയാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഫിയുടെ സാക്ഷ്യങ്ങളിലുള്ള വിഷയം, ഫിഫി ഓൺലൈൻ ഇൻ്റർവ്യൂ എടുക്കാൻ നേരത്ത് ആ ഇൻ്റർവ്യൂവർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഇൻ്റർവ്യൂ വന്നത്? നിങ്ങൾ തോറ്റതല്ലേ, ഞാൻ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന്. ഇൻ്റർവ്യൂ പണ്ട് തോറ്റതാണ്. അപ്പം ഇവിടെ മെയിൻ പ്രാർത്ഥന എന്താ? അയാൾ മാത്രം വീണ്ടും ഇൻ്റർവ്യൂ ചെയ്യാൻ വരല്ലേ എന്നാണ് പ്രാർത്ഥന. പക്ഷെ അയാൾ വന്നില്ല. ഓൺലൈനിൽ കാണാം, ഓരോ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളില്ല. പക്ഷേ ഇവൾ ചെന്നപ്പോൾ അയാൾ വന്നു ഓൺലൈനിൽ. അപ്പം തന്നെ ഇവളുടെ ഐസി അടിച്ചു പോയി. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളെന്തിനാ പിന്നെയും വന്നത്? നിങ്ങൾ കുറേ മാസം മുമ്പ് നിങ്ങളെ പറഞ്ഞു വിട്ടതല്ലേ, നിങ്ങൾ തോറ്റതല്ലേ, പിന്നെ എന്തിനാ കയറി വന്നതെന്ന് ചോദിച്ചു. അവന് മറുപടി പറഞ്ഞില്ല. മറുപടി പറഞ്ഞ മാതാവാണ്. പക്ഷെ ചോദിച്ചതിനെല്ലാം അവൾ മറുപടി പറഞ്ഞു. അവൾക്കവിടെ ജോലി കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആര് തട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യമാക്കരുത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരാളുണ്ട്, നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്ന ഒരാളുണ്ട്, നിങ്ങളെ വളർത്തിയ ഒരാളുണ്ട്, നിങ്ങളെ നയിക്കുന്ന ഒരാളുണ്ട്, നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാളുണ്ട്. അത് നിങ്ങളുടെ അമ്മയാണ്. ശ്രദ്ധിക്കട്ടെ, അമ്മ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, മക്കളെ, നിങ്ങളുടെ കൈകള് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ പുരണ്ട വിശുദ്ധീകരിച്ച കൈകളാണ്. ഈ കൈകൾ നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ളിടത്ത് വെക്കാം. അതേസമയം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയായി യാചിച്ചിരിക്കുന്ന, നിങ്ങളോട് കാരുണ്യവും സ്നേഹവും കാണിക്കാൻ ദൈവം എന്തുമാത്രം എന്നെ ഒരുക്കി നിങ്ങൾക്കറിയാവോ? നിങ്ങളെപ്പോലെ തന്നെ ഒരു രോഗിയാണ് ഞാൻ. അതുകൊണ്ടാണ് രോഗമുള്ളവരെ കാണുമ്പോൾ എനിക്ക് വാത്സല്യവും കാരുണ്യവും ഉണ്ടാകുന്നത്. ഞാൻ ആരോഗ്യവാനായിരുന്നെങ്കിൽ രോഗിയെ മനസ്സിലാകത്ത് കൂടിയില്ല. അതും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ ഓർക്കണം. ഇപ്പം അവർക്ക് വേണ്ടി കൂടി അവരുടെ ശരീരത്തിൽ എവിടെയാണ് രോഗം, ആ ശരീരത്തിൻ്റെ ഭാഗം മനസ്സുകൊണ്ട് കണ്ടിട്ട് അത് നിങ്ങളുടെ ശരീരത്തിൽ വെക്കുക. ദൈവം ആ കൈ ദൈവത്തിൻ്റെ കൈയാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നയാളെ ദൈവം സുഖപ്പെടുത്തും. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിൽ 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ നിങ്ങളെ ബാധിക്കുന്ന, നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ ബാധിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്വരത്തെ സന്തോഷത്തോടെ അരികിൽ വരണേ. എൻ്റെ മക്കളെ, അച്ഛൻ ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം
ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോടൊരു സിമ്പതിയോടുകൂടി, ഒരു എമ്പതിയോടുകൂടി പ്രാർത്ഥിക്കണേ. ഐ ഫീൽ വിത്ത് യു. അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ തലയിലെ മുടി കൊഴിഞ്ഞിരിക്കണമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്യും ഉടനെ. അപ്പം ഞാനത് മനസ്സിലാക്കും. നിങ്ങൾ എന്നോട് ചിലപ്പോൾ പറഞ്ഞു കാണും. ഇപ്പോൾ എത്രയോ പേര് ഇവിടെ അച്ഛനടുത്ത് വന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അവരൊക്കെ തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞിരിക്കുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ അവരോടൊന്നും ചോദിക്കത്തില്ല അതിനെക്കുറിച്ച്. പക്ഷേ ഞാൻ അതുകൂടെ പ്രാർത്ഥനയ്ക്ക് വെക്കും. അതാവേ ഇവൾ കുഞ്ഞാണ്, ചെറുപ്പമാണ്, കല്യാണം പോലും കഴിച്ചിട്ടില്ല, ഇതിലൊക്കെ മുടി കൊഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം നിൻ്റെ കൈ വെക്കണം, ഞാൻ പ്രാർത്ഥിക്കും. അവളുടെ കൈ വെക്കണം, പ്രാർത്ഥിക്കും. അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ട് മനുഷ്യരോട് സ്നേഹം ഉണ്ടാകണം. ശരിക്കും അവരെല്ലാം നല്ലതുപോലെ ജീവിക്കണം. എന്ത് മനുഷ്യനായാലും, എന്തൊരു ദുഷ്ടനായാൽ പോലും അവനൊരു രോഗിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ കാലാന്തരത്തിൽ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരും. പക്ഷെ അവൻ സ്വസ്ഥമായിരിക്കണം. അതുപോലെ നിങ്ങൾക്കൊരു ദൈവ മനസ്സുണ്ടാകണം. ഞാൻ ദൈവ മനസ്സുണ്ടെന്ന് പറയുകയല്ല, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ മനസ്സില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വിലയില്ല. പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടിക്ക് ആനുപാതികമായുള്ള ദൈവസ്നേഹത്തിന്റെ ഒരു മനസ്സൊരുക്കത്തിനായി അമ്മ മനസ്സോടെ ഞാൻ ആരാധനയെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ എന്നെ കാലത്തിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. കർത്താവേ എന്നെ എന്റെ നാടിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. കർത്താവേ എന്നെ വീടിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. ഞാൻ കണ്ടുമുട്ടുന്നവരിലെ ഏറ്റുമുട്ടാൻ ഇടവരുന്നവരിൽ പോലും കർത്താവിന്റെ കൃപ നിറയട്ടെ. സ്വർഗത്തിന്റെ ഉപകരണമായി ദൈവം എന്നെ മാറ്റട്ടെ. ചൈതന്യമായി കത്തി ജ്വലിക്കുവാൻ എന്നെ അഭിഷേകമാക്കണമേ. ശ്രുതിക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങളൊന്ന് കേൾക്കണം. ചിലപ്പോൾ മക്കള്, ഇപ്പൊ ഭർത്താവൊക്കെ ചില പറയും ഭർത്താവ് ഇപ്പൊ നിങ്ങളോട് സ്നേഹമില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങളത് ചുമ്മാ ഇങ്ങനെ കേട്ടിട്ട് പോകരുത്. ചേച്ചി വിഷമിക്കേണ്ട, അത് ഞാൻ പ്രാർത്ഥിക്കാം. അവർക്ക് വിശ്വാസം ഉണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാൽ മതി. നമുക്ക് അവരുമായിട്ടുള്ള ബാധ്യതയേക്കാൾ വലിയ ബാധ്യത ദൈവമായിട്ടാണ്. അപ്പം ദൈവത്തോട് പറയണം, ചേച്ചി വിശ്വാസത്തിലേക്ക് വരണം. അവളുടെ ഭർത്താവിനെ തിരികെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ അവൾക്ക് ആശ്വാസമായി കൊടുക്കണം. ഇതുപോലെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ഒരു മിഷനറി ആയിട്ട് മാറണം. പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ നിന്റെ മിഷനറി ആക്കണമേ. നിന്റെ കാരുണ്യത്തിന്റെ, നിന്റെ ശക്തിയുടെ, നിന്റെ സൗഖ്യത്തിന്റെ പ്രേക്ഷിതനായി എന്നെ ഒരുക്കണമേ. ഇപ്പൊ നിങ്ങളുടെ മകൻ അമേരിക്കയില് PR കിട്ടാതെ വിഷമിക്കുകയാണ്. ആ മമ്മിയോട് പറയും, മമ്മി ഉടമ്പടി എടുത്തിട്ട് മമ്മി നന്നായിട്ട് സീഡില്ലേ, എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോരേണ്ടി വരുമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മകനെ, ഞാൻ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നീ പറയും. പക്ഷെ നീ കേൾക്കണ വാർത്ത എന്താണ്? നിൻ്റെ ബന്ധുവിന് സ്റ്റേറ്റിൽ PR കിട്ടിയെന്നാകും. അപ്പം നിങ്ങളുടെ മോന്ത എങ്ങനെ ഉണ്ടാകും? പട്ടി മുള്ളിയ പോലെ ഇരിക്കും. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. കാര്യം ദൈവസ്നേഹമില്ലാതെ സ്വന്തം മക്കളെ കാര്യം ഓർത്ത് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് ദൈവം അത് കൊടുത്തപ്പോൾ അത് ദൈവമാണെന്ന് മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവ് ഈ മനുഷ്യന് ഇല്ലാതെ പോയി. അത് ആവശ്യമാണ്. മറ്റുള്ളവർക്ക് സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നുവെന്നാണ് കർത്താവിൻ്റെ വചനത്തിലുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് തരേണ്ട അനുഗ്രഹം, അതേ അനുഗ്രഹം തന്നെ മറ്റുള്ളവർ കിട്ടിയെന്നറിയുമ്പോൾ, അത് നീയാണ് കൊടുത്തതെന്നറിയുമ്പോൾ എന്റെ ഹൃദയത്തെ സന്തോഷത്താൽ നിറക്കാൻ മാത്രം പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്ത് ഉടമ്പടി
ഒരുക്കമുള്ളവരായി എന്നെ ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഒത്തിരി ടെസ്റ്റ് നടത്തി, ഒത്തിരി ഇൻ്റർവ്യൂ നടത്തി, ഒത്തിരി പരീക്ഷ നടത്തി, ഒത്തിരി പെണ്ണ് കണ്ട്, ഒത്തിരി ചെറുക്കനെ കണ്ട്, ഒത്തിരി ലോൺ വേണ്ടി വെച്ച് റിജക്റ്റ് ചെയ്ത് ഒന്നിനും കൊള്ളാത്തവരായി, നമ്മൾ ചെല്ല് കണക്കെ തള്ളപ്പെട്ടവരായി, ദൈവത്തിന് പോലും വേണ്ടാത്തവരായി നിൽക്കുന്ന വ്യക്തികളാണെന്ന് സ്വയം ശപിച്ച് ജീവിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ കരുണ ചൊരിയുന്ന സമയമാണിത്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ജീവിക്കുന്ന ലോകത്തിലെ അൾത്താറയിൽ 10,000 സാക്ഷ്യം പറഞ്ഞ് സ്വർഗത്തിൻ്റെ ഇടത്തു നിന്നുകൊണ്ട് യാക്കോബിൻ്റെ കോവേണി ചാരി വെച്ചിരിക്കുന്നത് ഇവിടെയാണെന്ന് തോന്നും വിധം 10,000 ദൈവത്തെ കണ്ടുമുട്ടിയ സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ, കർത്താവിൻ്റെ അമ്മ യേശുവിൻ്റെ മധ്യസ്ഥയായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നു. ശ്രുതിക്കട്ടെ. ദുരിതങ്ങള് എല്ലാ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. സദയം തുടരെ എല്ലാരും സദയം തുടരെ സുഖമായി എൻ്റെ ഉള്ളം. വിദ്യാഭ്യാസ മേഖലയിൽ തടസ്സമുള്ളവരെ, വിദേശ യാത്രയ്ക്ക് തടസ്സമുള്ളവരെ, സ്വന്തം നാട്ടിലെ ജപ്തി നടപടിക്കും ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങൾ, കച്ചവടങ്ങൾ, ഏജൻസികൾ എല്ലാം നഷ്ടത്തിൽ വന്ന് വലിയ കട വന്നു പോയ ആൾക്കാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കർത്തൃ തിരുസന്നിധിയിൽ നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ, ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ വിട്ടുപോയിട്ടുണ്ട്, കാണാതെ പോയവരുണ്ട്, മക്കൾ കാണാതെ പോയവരുണ്ട്, വസ്തുവകൾ കാണാതെ പോയവരുണ്ട്, ആധാരവും പ്രമാണവും കാണാതെ പോയവരുണ്ട്, ജീവിതം അതുകൊണ്ട് വഴിമുട്ടിപ്പോയവരുണ്ട്, മക്കള് അമ്മയെ വിളിക്കാത്തവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, ബന്ധം വിട്ടുപോയവരുണ്ട്. എൻ്റെ ഭാരങ്ങളുള്ള വ്യക്തിയാണ് നീയെങ്കിൽ കർത്താവിൻ്റെ കരം, ആണിപ്രധാന കരം, തിരസ്കരിക്കപ്പെട്ട കരം, ഉപേക്ഷിക്കപ്പെട്ട കരം, ഒത്തിക്കൊണ്ട് ഒറ്റിക്കൊടുക്കപ്പെട്ട കരം, തള്ളിപ്പറയപ്പെട്ട കരം, കർത്താവിൻ്റെ കരം, ഇതാ ഉയർത്തെഴുന്നേറ്റ കരം നിന്നെ സ്പർശിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ മുട്ടെന്തിക്കുക. ഭക്തിയോടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
കർത്താവേ